ഫ്രണ്ട്സ്, നമ്മൾ വക്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിഷ് ഗ്രില്ല് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ ഒരു പ്ലെയിൻ ഉണ്ടാക്കിയിരുന്നല്ലോ കടലില്, അതും കൂടി ഇന്ന് നോക്കണായിരിക്കും. അതല്ല, അതിന്റെ അടുത്താണ്. അപ്പൊ അത് ബെറ്റ് വെച്ചേക്കാണ്. അത് ആ ഒരു നമ്മൾ വിമാനം ഉണ്ടാക്കിയത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പപ്പുവിന് 10 രൂപ കൊടുക്കും. ആരെങ്കിലും ചവിട്ടി വെച്ചൊക്കെയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി അവിടെ ഇല്ലെങ്കിൽ പപ്പു എനിക്ക് 10 രൂപ തരണം. അപ്പൊ അതാണ് ബെറ്റ്. ഞാൻ പറഞ്ഞു അവിടെ എന്തായാലും കാണൂലെന്ന്. അപ്പൊ ഇനിയിപ്പോ അത് നോക്കണം. പിന്നെ നമ്മള് കോപ്പാക്കബാന എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റിലാണ് കഴിക്കാൻ പോകുന്നത്. ആള് ചവിട്ടിയ വേറെ ഒന്നുമില്ല, അത് കുഴപ്പമില്ല. ആള് ചവിട്ടിയ ആളിന്റെ അടുത്ത് 10 രൂപ വയ്ക്കണം, അത്രേ ഉള്ളൂ. അല്ലല്ല, ആള് ചവിട്ടിയ ഒരു ചില്ലറ എടുത്തതിന് ശേഷം അവിടെ വെക്കും, എവിടെയെങ്കിലും ഒന്ന് വെക്കും. ആളാണ് ഫസ്റ്റ് മേടിക്കണം, അവര് ജയിക്കും. ഓക്കെ, നോക്കാം. നമുക്ക് അവിടെ കാണുമെങ്കിൽ കാണൂല ഫ്രണ്ട്സ്, കാണൂല. നമ്മള് മതിലൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും കാണാൻ ചാൻസ് കുറവാണ്. നോക്കാം ഫ്രണ്ട്സ്, നിങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങൾ പറയൂ ഉണ്ടോ ഇല്ലയോ എന്ന്. ഫ്രണ്ട്സ്, നമ്മള് എവിടെ പൂച്ച? നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ നമ്മളൊരു പൂച്ചയെ കണ്ടു. ആ പൂച്ച അവിടെ തന്നെ കിടപ്പുണ്ട്. ഇന്നും പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വക്രയില ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെയുള്ള ഫിഷുകളാണ്. അതായത് വിൽക്കാൻ വെച്ചേക്കുന്ന മാർക്കറ്റ്, അതായത് ഫാൻസി ഫിഷുകളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ പ്രത്യേകം പറയണ്ട, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നിൽക്കുന്നത്, ഇതിൻ്റെ പേരെന്തോ ഏഞ്ചലോ അങ്ങനെന്തോ, അതെന്തോ പോലെയാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ നമ്മളെ ഫൈറ്റർ കുട്ടന്മാരിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആമകളുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കാണുന്ന തത്തകളെയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ എവിടെയാണ് കണ്ടതെന്നും കൂടെ പറഞ്ഞു വെക്കുക. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ തത്തകളെയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, വക്രയിൽ വന്ന ടൈമിൽ. ഇനി ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഈ കിളികളൊക്കെ അന്ന് അവർ അടച്ചിട്ട് പോയി. പക്ഷേ ഇന്ന് നമ്മൾ സെയിം ടൈമാണ് വന്നെങ്കിൽ അവർ അടച്ചിട്ടില്ലായിരുന്നു. കുറേ വേറെ കിളികളെ വേണ്ടി കാണാൻ വേണ്ടി പറ്റി. ഇതൊക്കെ അവിടെയുള്ള കിളികളാണ്. അങ്ങനെ കാണാത്ത ഈ കിളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. നല്ല ക്യൂട്ട് കിളിയാണ്. എൻ്റെ പേര് എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. ഞാൻ വരുന്നതും അത് പോവും, ഞാൻ വരുമ്പോൾ വീണ്ടും അത് പോവും. കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നുണ്ട് ആ കിളി എൻ്റെ കയ്യിൽ. പിന്നെ കോഴികളെ കണ്ടു ഫ്രണ്ട്സ്, കോഴിയെ കണ്ടു ഫ്രണ്ട്സ്. ചെറിയ പൂവൻകോഴിയുണ്ട്, പെരക്കോഴിയുണ്ട്, പിന്നെ നമ്മുടെ തത്തയുണ്ട്. പിന്നെ ഒരുപാട് കിളികളുണ്ട്. ഫ്രണ്ട്സ്, പൂച്ച വണ്ടി കയറിയിരിക്കുന്നു. പപ്പു ഓട്ടിച്ചതാണ് ഇതിന്. ഉണ്ട് കണ്ണൻ. ഓ ബുസ് 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 മ്യാവ്. ബുസ്. ഫ്രണ്ട്സ്, ബെറ്റ് ഉണ്ട്, നമ്മളത് നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വീഡിയോ ഇപ്പോൾ കട്ട് ചെയ്യണം. അവിടെ എത്തിയിട്ട് ഉണക്കാവേ ഫ്രണ്ട്സ്. നമ്മൾ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ഉണ്ടാക്കിയത് ഫ്രണ്ട്സ്. എടാ, ഇവിടെ അല്ലേ? ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഉണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് ആരോ ഇത്രയും വലിയ കുഴിയാക്കി കഴിഞ്ഞ്. പക്ഷേ എന്തായാലും ബെറ്റ്, നീ എനിക്ക് 10 രൂപ തരണം. ആള് പൊളിച്ചതായാലും എന്തായാലും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പ്ലെയിൻ.
പക്ഷേ ഇതാരോ നശിപ്പിച്ചു. ചെറിയ സങ്കടമുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ബെറ്റും 10 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും 10 രൂപ നമ്മളത് കൊടുത്തു തീർക്കുമെന്ന്. ഇല്ല ഫ്രണ്ട്സ്, വീഡിയോ ആയാലും ഇല്ലെങ്കിൽ അതിന് മുമ്പായാലും നമ്മൾ ബെറ്റ് വെച്ച് 10 രൂപയ്ക്കായിരിക്കും. പക്ഷേ നമ്മളത് കൊടുക്കാറില്ല, കാരണം അതങ്ങ് മറന്നു പോവും. പിന്നെ അത് ചുമ്മാ ഒരു പേരിന് കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ ബെറ്റ് പൈസ കൊടുക്കാറില്ല. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ A380 ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അത് A380 ഒന്നും ആയില്ല. എങ്കിലും നമ്മൾ വിചാരിച്ചതിനത്ര അതിനേക്കാൾ നമ്മൾ കുറച്ചുകൂടെ ഒപ്പിച്ചു. കുറച്ചുകൂടെ നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പാകബാന എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഫിഷ് തന്നെയാണ്. ഫിഷ് വെച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങൾ നോക്കിയിരിക്കുക. ഫ്രണ്ട്സ്, പപ്പു ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. പപ്പു ഇവിടെ പോലെ ഇങ്ങനെയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം, അതായത് പ്രോൺസ് ഫ്രൈ ആണ്. നല്ല ചൂടുണ്ട്. പപ്പു ദേഷ്യമൊക്കെ വന്നിട്ട് പപ്പുവിൻ്റെ ദേഷ്യമൊക്കെ മാറിയായിരുന്നു. ഞാൻ കഴിച്ചു നോക്കുകയാണ്. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ എൻ്റെ ചൂട് ഭാഗം അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നില്ല. വായിക്കാൻ നല്ല തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. സംഭവം പൊളിയായിരുന്നു. പിന്നെ പാത്രം തപ്പിയൊന്നും കാലിയായിരുന്നു. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തത്. മന്തി റൈസാണിത്. പിന്നെ ഇത് സീബാസ് ആണ്. ഈ റെഡ് മസാലയുള്ള ഫിഷ് സീബാസ് ആണ്. പിന്നെ ഈ ഗ്രീൻ മസാല അമോർ ഫിഷാണ്. ഇത് ഒരു കിക്കിടെല്ലാം ഐറ്റം തന്നെയാണ് ഫ്രണ്ട്സ്. അത്രമാത്രം ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ കഴിച്ചു. അവിടെ എന്തോ കോമഡി പറഞ്ഞ് ചിരിച്ചതാണ്. നല്ല ടേസ്റ്റായിരുന്നു ഫ്രണ്ട്സ്. നല്ല റെഡ് മസാല വരുന്ന ഫിഷ് പൊളിയായിരുന്നു ഫ്രണ്ട്സ്. നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ജ്യൂസിയാണ് സംഭവം. വയലൊക്കെ ഇങ്ങനെ, അത് ഇപ്പോൾ പറയുമ്പോൾ തന്നെ വയൽ വെള്ളം വരുന്നു. ഗ്രീന് കൊള്ളാം, പക്ഷേ എത്തി കൂടെ റഫാണ് മറ്റേതിനേക്കാളും. എങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച റെഡാണ്. അതും ഈ ഒരു മന്തി റൈസും മാത്രം മതി. പിന്നെ സംഗതി ഉഷാറാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. ടെമ്പറടിച്ചു. നമ്മളവിടെയാണ് പോയത്. എവിടെ പപ്പു എന്തോ പറയണ്ടായിരുന്നു? ഇവിടെയല്ല, വേറെ. ഫ്രണ്ട്സ്, നമ്മുടെ പാന്തറിനെ കണക്കിരിക്കുന്നു. ഒരു ചതി പറ്റി ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഞാൻ ഈ പൗച്ചെടുക്കാൻ മറന്നുപോയി. ഇപ്പം ഞാനും അമ്മയും കൂടെ ഓടി തളർന്ന് ഫ്രണ്ട്സ്. ശ്വാസം എടുക്കാൻ പോലും പറ്റാനുള്ള, പെട്ടെന്ന് എത്തണം. ഇനി ഓടാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടുന്നില്ല. ഭയങ്കര 11:45 ആദ്യമായിട്ടാണ് ബീച്ചിലൂടെ ഓടുന്നത്. ജീവിതത്തിൽ ഇങ്ങനെ ഓടിയിട്ടില്ല ഞാൻ. കാരണം അത്രയും കുരുക്കുവഴി. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയാൽ വഴി തെറ്റും.
പൂച്ച പോഴും പട്ടിയൊക്കെ പോകുന്നു മണം പിടിച്ചണക്കാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ സംഭവം അവരെടുത്ത് വെച്ചിരുന്ന് ഓടിക്കൊണ്ട് ചെന്ന് ഓടിക്കൊണ്ട് കിട്ടി, ഓടിക്കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പം ഇനിയിപ്പോൾ വണ്ടി കയറിയിട്ട് ശ്വാസമൊക്കെ നല്ലോണം എടുത്തിട്ട് കാണാം. ഫൈനലി നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് വഴി തെറ്റി, പക്ഷെ നമ്മൾ ആ പോയ വഴിയിൽ നിന്ന് വെളിയിറങ്ങാൻ വേണ്ടി സ്ഥലമുണ്ടായിരുന്നു. കാൽ പറകിൽ നടക്കുകയാണ്. ഭയങ്കര കത്തറി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കിടന്ന് ഓടണത് ഒറ്റയ്ക്ക്. കാർ എവിടെ പോലും അറിയാൻ വയ്യ. ആ ഇവര് തന്നെ. യെസ്, ഓ സ്വന്തം വണ്ടി അറിഞ്ഞില്ല നടക്കുന്നത്. അപ്പം ടാറ്റ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എൻ്റെ പൗച്ച് വെറും പൗച്ചല്ല, എൻ്റെ ഗിംബലിൻ്റെ കവറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത്രയും കിടന്ന് ഓടിയത്. പൗച്ചിന് വേണ്ടി പോകത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഞാൻ ഓർഡർ എടുക്കാൻ മറന്നുപോയി, സോറി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ടാറ്റ.